ഓക്കെ, അപ്പോൾ അസിംപ്റ്റോട്ടിന്റെ ഡെഫിനേഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അതിന്റെ ജോമെട്രിക്കൽ മീനിങ് ആണ് പറഞ്ഞത്. ഒരു ലൈൻ ഒരു കർവിനെ അറ്റ് ഇൻഫിനിറ്റിയിൽ ടാൻജന്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രം മീറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിക്സഡ് ലൈൻ ഒരു കർവിന് ഇൻഫിനിറ്റിയിൽ എവിടെയോ വെച്ചിട്ട് ടാൻജന്റ് ആവുന്നു. അത്തരത്തിലുള്ള ഒരു ലൈനെയാണ് ആ കർവിന്റെ അസിംപ്റ്റോട്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗർ നോക്കുമ്പോൾ നമുക്കത് ടാൻജന്റ് ആവുമെന്ന് ഒന്നും തോന്നുന്നില്ല. ഞാൻ 1/x² എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നിരുന്നു. സിമിലർലി 1/xന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ആ y ആക്സിസ് അസിംപ്റ്റോട്ടായിട്ട് വർക്ക് ചെയ്യുന്നത് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഒറിജിന്റെ അടുത്തൊന്നും അത് ടാൻജന്റ് ആവുകയോ ടച്ച് ചെയ്യുന്നതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് വലുതായി ഗ്രാഫ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എവിടെയോ വെച്ച് y ആക്സിസ് അതിനെ അപ്രോച്ച് ചെയ്ത് ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്കൊരു ഫീല് വരും. ആ ഒരു ലിമിറ്റിന്റെ ഡെഫിനേഷൻ പറയുന്ന പോലെയാണ്. അപ്രോച്ച് ചെയ്യുന്നു എന്നൊരു ഫീല് വരും. അപ്രോച്ച് ചെയ്ത് എവിടെയോ വെച്ച് ടച്ച് ചെയ്യുന്നു. അത് എവിടെയാണെന്ന് നമുക്കറിയില്ല, ഇൻഫിനിറ്റിയിൽ എവിടെയോ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ലൈനെയാണ് ആ കർവിന്റെ അസിംപ്റ്റോട്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കത് ഡെഫിനേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് ജോമെട്രിക്കലി ആണ് നമ്മളിപ്പോൾ പറഞ്ഞ ഡെഫിനേഷൻ. ഈ ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. അതല്ല എങ്കിൽ അതിന്റെ പക്ക ഡെഫിനേഷൻ, അതായത് എ ലൈൻ എക്സ് ഈക്വൽ ടു എ ഈസ് കോൾഡ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. അസിംപ്റ്റോട്ട് തന്നെ നമുക്ക് പലതരത്തിലാവാം. വെർട്ടിക്കൽ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്. അപ്പോൾ അത് വെറൈറ്റി കുറേ എണ്ണങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായി പഠിക്കാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതും പഠിക്കാം. ഓക്കെ, അപ്പോൾ എ ലൈൻ എക്സ് ഈക്വൽ ടു എ ഈസ് കോൾഡ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഓഫ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് if f of x tends to infinity or f of x tends to minus infinity as x approaches a from to the right or left. The line x equal to a is a vertical asymptote of the graph of the function f if at least one of the following statement is true. അപ്പോൾ ഇത് പഠിച്ചാൽ മതി. ഇതിന്റെ ഡെഫിനേഷൻ ആയിട്ട് വെർട്ടിക്കൽ അസിംപ്റ്റോട്ടിന്റെ ഡെഫിനേഷൻ, ഇത് അസിംപ്റ്റോട്ടിന്റെ കോമൺ ആയിട്ടുള്ള ജോമെട്രി വെച്ചിട്ടുള്ള ഡെഫിനേഷൻ. ഇത് വെർട്ടിക്കൽ അസിംപ്റ്റോട്ടിന്റെ ഡെഫിനേഷൻ. ഇതാണ് ആസ് എക്സ് അപ്രോച്ചസ് എ, റൈറ്റിൽ നിന്നോ ലെഫ്റ്റിൽ നിന്നോ അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ പ്ലസ് ഇൻഫിനിറ്റിയിലേക്കോ മൈനസ് ഇൻഫിനിറ്റിയിലേക്കോ പോവാണ് എങ്കിൽ എക്സ് ഈക്വൽ ടു എ ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് പറയാം. ഇതൊരു ലൈനിന്റെ ഇക്വേഷൻ അല്ലേ. ഈ ലൈനെ അതിന്റെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ചെക്ക് ചെയ്യേണ്ട കാര്യം. ദ ലൈൻ എക്സ് ഈക്വൽ ടു എ ഈസ് എ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഓഫ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. താഴെ പറയാൻ പോകുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എ നമുക്ക് അതിന്റെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആണ് എന്ന് പറയാം. ആദ്യത്തെ കാര്യം ഇതാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി ഏതാണെന്ന് വെച്ചാൽ ആണ്. അപ്പോൾ രണ്ടും ഇൻഫിനിറ്റി ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ രണ്ടും മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് f of x equal to limit x tends to a f of x equal to minus infinity. ഏതെങ്കിലും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് x equal to a ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കാനാണ് y equal to sec x. y equal to sec x ന് നമുക്ക് 1/cos x എന്ന് എഴുതാം അല്ലെ. 1/cos x. ഈ 1/cos x ന്റെ ഗ്രാഫ്, sec x ന്റെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കി, ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും തോറും ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്തോറും ഇത് ഇൻഫിനിറ്റിയിൽ ഇതിന് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ടാൻ എക്സ്, y equal to tan x ന്റെ ഗ്രാഫാണ് sin x by cos. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തേക്ക് പോവാം. അപ്പൊ നോക്കി, ഇതില് ഈ ഗ്രാഫില് ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്തോറും ഈ ലൈൻ 5/2 എന്ന് പറയുന്ന ലൈൻ അതിനെ ഇൻഫിനിറ്റിയിൽ എവിടെയോ വെച്ച് ടാൻജന്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാലും മതി ടാൻജന്റ് ആവാനായിട്ട്. അതുപോലെ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതോടും ഈ -5/2 എന്നുള്ള ലൈൻ ഇതിനെ എവിടെയെങ്കിലും ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇതിങ്ങനെ പോകുന്നതോറും ഈ -3π/2 എവിടെയെങ്കിലും മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇതിങ്ങനെ താഴേക്ക് പോകുന്നതോറും ഈ -π/2 മീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതോറും π/2 മീറ്റ് ചെയ്യും. ഇതിങ്ങോട്ട് താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതോറും ഇത് നമുക്ക് 3π/2 ആണ് വരുന്നത്. 3π/2 മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ ഈ ലൈൻസ് ഒക്കെ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 വരുന്ന ലൈൻസ് എല്ലാം ഇതിന്റെ ആദ്യത്തെ ഈ sec x 1/cos x എന്നുള്ളതിന്റെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആണ്. ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 ആയിട്ട് വരുന്ന ലൈൻസ് എല്ലാം x ഈക്വൽ ടു ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2, അതായത് x ഈക്വൽ ടു
2m plus 1 into pi by 2. ഓഡ് മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 2m plus 1 into pi by 2. ആ ഫോമിൽ വരുന്ന ലൈൻസ് എല്ലാം ഈ 1 cos xന്റെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആയിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ജോമെട്രി നോക്കി പറഞ്ഞതാട്ടാ, കാൽക്കുലേഷൻ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. അസിംപ്റ്റോട്ട് ആവാനുള്ള സാധ്യത ഇപ്പോൾ വെർട്ടിക്കൽ ആണെന്നുള്ളത് നമുക്ക് ഫിഗർ ചെയ്യുന്നത് ക്ലിയർ ആണ്. അതുപോലെ tan x equal to sin x by cos x ആണ്. ഗ്രാഫ് നമുക്കറിയാം, tan xന്റെ ഗ്രാഫ് അറിയാം. ആ ഗ്രാഫ് വെച്ച് വരച്ച് നോക്കിയിട്ടാണ്. ഇവിടെ നമുക്കറിയാം ഈ കർവ് കണ്ടാൽ ഇത് ഇങ്ങനെ താഴത്തേക്ക് പോകുന്നതോറും -3π/2ലും ഇതിങ്ങനെ മുകളിലേക്ക് പോകുന്നതോറും -π/2ലും ഇത് താഴത്തേക്ക് പോകുമ്പോൾ -π/2ലും ഇതിങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ π/2ലും ഇവിടെ ആവുമ്പോൾ ഇത് π/2ലേക്കും ഇവിടെ ആവുമ്പോൾ ഇത് 3π/2ലേക്കും അങ്ങനെ ടാൻജന്റ് ആവാനുള്ള എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ അത് ടാൻജന്റ് ആവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ടാൻജന്റ് തന്നെയല്ലേ ഉള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ കേസിലായാലും ഈ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 x equal to ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 എന്ന് വെച്ചാൽ x equal to 2m plus 1 into π/2 where n equal to 0 plus or minus 1 plus or minus 2 etc. ആ ഓഡ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ആ 2m plus 1 into π/2 where n equal to 0 plus or minus 1 plus or minus 2 etc. ആ ഫോമിൽ വരുന്ന ലൈൻസ് എല്ലാം ഇവർക്ക് രണ്ടാൾക്കും വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ജോമെട്രി നോക്കി പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇനി അടുത്തത് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ let f be a function defined on the interval a infinity, then the limit of f of x as x approaches infinity is a number L and written as. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ഫംഗ്ഷന്റെ ലിമിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതോറും ഫംഗ്ഷന്റെ വാല്യൂ എല്ലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കേട്ടോ ഇവിടെ മെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് നെഗറ്റീവ് ഇൻഫിനിറ്റി അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതോറും ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലിമിറ്റിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗ്രാഫ് നോക്കി പറയുകയാണെങ്കിൽ ഇവിടെ നോക്കി എക്സിന് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇനി ഫ്ലാറ്റ് ആയിട്ട് പോവാണ് ഗ്രാഫ് എന്ന് വെച്ചോ. അപ്പോൾ എക്സ് എത്ര വലുതാക്കി ഇൻഫിനിറ്റിയിലേക്ക് പോയാലും ഫംഗ്ഷന്റെ വാല്യൂ എല് എന്ന് പറഞ്ഞതിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. ഇതിനപ്പുറത്തേക്ക് അത് പോകില്ല, എല്ലിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരുന്നത്. ഇതൊന്ന് നോക്കി ഇങ്ങനെ എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക്, ഇത് പ്ലസ് ഇൻഫിനിറ്റിയുടെ തന്നെ കേസാണ്, എക്സ് എത്ര വലുതായി പോയാലും എല്ല് വിട്ട് അങ്ങോട്ട് പോകുന്നില്ല, എല്ലിലേക്കാണ് അപ്രോച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് മൈനസ് ഇൻഫിനിറ്റിയുടെ കേസും പറയാൻ പറ്റും. എക്സ് എത്ര ചെറുതായി മൈനസ് ഇൻഫിനിറ്റിക്ക് പോയാലും ഫംഗ്ഷന്റെ ഗ്രാഫ് എല്ലിൽ അപ്രോച്ച് ചെയ്ത് നിൽക്കുന്നു. അതാണ് ഇൻഫിനിറ്റ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് നെഗറ്റീവ് ഇൻഫിനിറ്റി. ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് നെഗറ്റീവ് ഇൻഫിനിറ്റി ആൻഡ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് ഇൻഫിനിറ്റി എന്നുള്ളത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യം പറഞ്ഞത് ഫംഗ്ഷന്റെ ലിമിറ്റ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ എന്ന കേസായിരുന്നു. ഇത് എക്സ് പ്ലസ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ ലിമിറ്റ് എവിടേക്ക് പോകുന്നു എന്നുള്ള കേസാണ്. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, ഒന്നില് ലിമിറ്റ് ഫംഗ്ഷന്റെ വാല്യൂ ആണ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ വരുന്നത്, ഒന്നില് എക്സ് ആണ് വലുതായി പ്ലസ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയിലേക്കോ പോകുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്, മനസ്സിലാക്കി വയ്ക്കാം. അടുത്തത് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആണ്. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഓൾറെഡി നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞു, പ്രോബ്ലംസ് വഴിയേ വരുന്നുണ്ട്, ചെയ്യാം. അടുത്തത് നമ്മുടെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആണ്. എന്താണ് ഡെഫിനേഷൻ നോക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് പഠിക്കണം കേട്ടോ, നല്ല പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. The line y equal to L is a horizontal asymptote of the function f if limit x tends to f of x equal to L or limit x tends to minus infinity f of x equal to L. അപ്പോൾ ഇതിൻ്റെ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതോറും ഫംഗ്ഷൻ്റെ വാല്യൂ എൽ ആയിരിക്കുകയോ എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതോറും ഫംഗ്ഷൻ്റെ വാല്യൂ എൽ ആയിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ y ഈക്വൽ ടു എല്ലിനെ അത് എഴുതാൻ പ്രത്യേകത മനസ്സിലാക്കാട്ടോ. മറ്റേത് എക്സ് ഈക്വൽ ടു എ എന്നുള്ളതായിരുന്നു, ഇവിടെ y ഈക്വൽ ടു എല്ലിനെ നമുക്കൊരു ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടാണ് പറയാം. ഇപ്പം ഈ ഒരു ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിങ്ങനെ പോകുന്നതോറും എക്സ് ഇങ്ങനെ വലുതായി പോകുന്നതോറും ഈ ലൈൻ ഇതിന് ടാൻജൻ്റായിട്ട് ഇൻഫിനിറ്റിയിൽ എവിടെയോ വെച്ചിട്ട് ഈ ലൈൻ ഇതിന് ടാൻജൻ്റായിട്ട് ഇതുപോലെ ഈ ലൈൻ ഇതിന് ടാൻജൻ്റായിട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതാണ് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടിൻ്റെ ഡെഫിനേഷൻ വരുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണ് എങ്കിൽ ഏതെങ്കിലും ഒന്ന് ഹാപ്പൻ ചെയ്താൽ മതി. y ഈക്വൽ ടു എൽ ഒരു ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആണെന്ന് പറയാം.
അപ്പോൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ടിനെ കണ്ടുപിടിക്കാൻ അറിയാം, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടിനെ കണ്ടുപിടിക്കാനായിട്ട് അറിയാം. ഡെഫിനേഷൻ വീണ്ടും പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x + 1/x, അല്ലെങ്കിൽ നമുക്കിതിനെ 3 + 1/x എന്ന് എഴുതാം. Has a horizontal asymptote at y equal to 3 since the value of 1/x approaches 0 as x tends to +∞ or -∞. ഇത് എക്സാമ്പിളിൽ പറയുന്ന കാര്യം ഇതാണ്. നമ്മൾ ജസ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഒന്ന് എടുത്ത് നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എടുക്കുമ്പോൾ 3 + 1/0, ദാറ്റ് ഈസ് 3 + ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു limit as x tends to infinity 1/x becomes 0. Limit x tends to infinity f of x എടുക്കുമ്പോൾ 3 + 1/∞ ആണ് വരിക. ദാറ്റ്സ് ഈക്വൽ ടു 3 എന്നാണ് കിട്ടുക. സോറി കേട്ടോ, ഇൻഫിനിറ്റി അല്ല കിട്ടുക, 3 ആണ് കിട്ടുക. നമ്മൾ എടുക്കുന്നത് ഇതൊന്ന് നോട്ടിൽ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതി വെക്കാം കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എടുക്കുക. ദാറ്റ് ഈസ് 3 + 1/∞ വരും. ദാറ്റ് ഈസ് 3 + 0 = 3 എന്ന് വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 ആയതുകൊണ്ട് y ഈക്വൽ ടു എൽ എന്നല്ലേ നമ്മൾ പറയാറ്. അതായത് y ഈക്വൽ ടു 3 അതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആയിരിക്കും. ഇങ്ങനെയാണ് എക്സാമ്പിൾ എഴുതുന്നത്. നിങ്ങളിങ്ങനെ എഴുതുന്നതിന് പകരം ഞാൻ പറഞ്ഞ പോലത്തെ ലിമിറ്റിൽ എഴുതി വെച്ചാൽ മതി. ലിമിറ്റ് ഈക്വൽ ടു 3 എന്നുള്ളത് കാണിച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ടാണ് പറയുന്നത്, പക്ഷേ പ്രോബ്ലം ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ ഇതെല്ലാം. ദ കോർഡിനേറ്റ് ആക്സിസ് ആർ അസിംപ്റ്റോട്ട്സ് ഓഫ് ദ കർവ് y ഈക്വൽ ടു 1/x. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. y ഈക്വൽ ടു 1/xന് ഇങ്ങോട്ട് പോകുന്തോറും ഈ y ആക്സിസും ഇങ്ങോട്ട് പോകുന്തോറും y ആക്സിസ് തന്നെ സെയിം തന്നെ നമുക്ക് അസിംപ്റ്റോട്ട്സ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ദ എക്സ് ആക്സിസ്, that is y equal to 0, is a horizontal asymptote of the curve on the right because limit x tends to infinity 1/x equal to 0 on the left, and because limit x tends to -∞ 1/x equal to 0. അതായത് നമുക്ക് 1/x ആണ് ഫംഗ്ഷൻ. നമ്മൾ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/xഉം ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി -1/xഉം രണ്ടും ചെയ്തു. ഏതെങ്കിലും ഒന്ന് ചെയ്താലും മതി, രണ്ടും നമുക്ക് 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എല്ലിൻ്റെ പ്ലേസിലാണ് ഇപ്പോൾ നമുക്ക് 0 എടുക്കുന്നത്. y ഈക്വൽ ടു എൽ അല്ലേ ഇപ്പോൾ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് എന്ന് പറയാം. അതായത് y ഈക്വൽ ടു 0 ഒരു ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആണെന്ന് പറയാം ഈ കേസിൽ. y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആരാ? എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസ് ഇതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആണെന്ന് പറയാം. കേട്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. ഇവിടെ ഇങ്ങനെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് വരുന്നത്. ഇനി നമുക്ക് എക്സ് ഈക്വൽ ടു വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ടോ എന്ന് നോക്കണം. എക്സ് ഈക്വൽ ടു 0 എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ അൺഡിഫൈൻഡ് ആകുന്നത്, ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സ് ഉണ്ടോ നോക്കുക. അതായത് ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റ്സ് എടുക്കുക. അതിലാണ് നമ്മൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ചെക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആ 0ന്റെ റൈറ്റിലും ലെഫ്റ്റിലും നമ്മൾ എക്സ് ഈക്വൽ ടു എ എന്നല്ലേ നമ്മൾ എഴുതാറ്. അപ്പോൾ എ ഐഡന്റിഫൈ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണ് ആ വെർട്ടിക്കൽ അസിംപ്റ്റോട്ടിന്റെ പോയിന്റിനെ കണ്ടുപിടിക്കുന്നത്. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് പിന്നെ നിങ്ങൾക്ക് ഇൻഫിനിറ്റ് ലിമിറ്റ് എടുക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് പോയിന്റ് കിട്ടും. ലിമിറ്റിന്റെ വാല്യൂ ആ പോയിന്റ് ആയിട്ട് കിട്ടിയിട്ട് അങ്ങനെ y ഈക്വൽ ടു എൽ എന്നുള്ള ഫോമിൽ എഴുതിയാൽ മതി. പക്ഷേ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ആ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്, അതായത് ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ കേസിലാണ് എങ്കിൽ ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നിങ്ങൾ 0ന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കുക. അതാണ് ചെയ്യേണ്ടത്. 0ന്റെ ലെഫ്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇൻഫിനിറ്റി ആണ് കിട്ടും. 0ന്റെ റൈറ്റ് ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -∞ ആണ് കിട്ടും. ഓൾറെഡി നമ്മൾ കണ്ട കാര്യമാണ് അല്ലേ. അപ്പോൾ +∞ -∞ ഏതെങ്കിലും കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ വാല്യൂ +or -∞ എന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് ഈക്വൽ ടു എ ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആണ് പറയാം. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 0 ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആണ് പറയാം. ഇങ്ങനെയാണ് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടിനെയും വെർട്ടിക്കൽ അസിംപ്റ്റോട്ടിനെയും ഫൈൻഡ് ചെയ്യുന്നത്. ഒരു വട്ടം കൂടി പറയാം. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടിനെ കണ്ടുപിടിക്കാൻ ജസ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റിയും ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ ഏതെങ്കിലും ഒന്ന് കൊടുത്താലും മതി. രണ്ടുമാണെങ്കിൽ രണ്ടും ചെയ്തോളൂ. അത് ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്ന ആ ഒരു ലിമിറ്റ് എൽ എന്ന് എടുക്കുകയാണെങ്കിൽ y ഈക്വൽ ടു എൽ, ആ വാല്യൂ എന്താണോ അതൊരു ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആയിട്ട് വർക്ക് ചെയ്യും.
വെർട്ടിക്കൽ ആസിംപ്റ്റോട്ടിനെ കിട്ടാനായിട്ട് നിങ്ങൾ ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സ്, അതായത് ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റ്സ് എടുത്തിട്ട് അതിന്റെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും കാൽക്കുലേറ്റ് ചെയ്യാതെ ഇൻഫിനിറ്റി കിട്ടണം.